Hello friends, welcome to channel 𝙑𝙞𝙙𝙚 സ്വാഗതം. എൻ്റെ പേര് അജയ്. ഇപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ നമ്മുടെ ഹോണ്ട ഗ്രാസിയൻ്റെ തേർഡ് സർവീസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി തന്നെ തേർഡ് സർവീസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി നമ്മളൊരു മുമ്പത്തെ 2 സർവീസ് ചെയ്തപ്പോഴും അതിൻ്റെ നമ്മുടെ ഏജൻസി സൈഡിൽ നിന്ന് കുറച്ച് ഷോറൂം അല്ലെങ്കിൽ സർവീസ് സൈഡിൽ നിന്ന് കുറച്ച് ബോർ പരിപാടികളൊക്കെ നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടിൽ നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ആക്ച്വലി ഹോണ്ട ഇന്ത്യക്ക്. അപ്പോൾ ആക്ച്വലി അവരിപ്പോൾ നമ്മളോട് പറഞ്ഞതാണ് നമുക്കൊന്ന് വേറെ ഒരു ഏജൻസിക്ക് മാറ്റി കൊടുത്തു നോക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ആക്ച്വലി അടുത്ത വീട്ടിൽ വേറൊരു ഏജൻസി ഉണ്ട്, ജോൺസ് ഹോണ്ട വേറെ ഒരു ഏജൻസി ഉണ്ട്. എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അവിടെ കൊടുത്തേട്ടാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി എളുപ്പവും ഇത് തന്നെയാണ്. പക്ഷേ നമ്മൾ വാങ്ങിച്ച സ്ഥിതിക്ക് നമ്മൾ ഇപ്പോൾ വേറെ സ്ഥലത്ത് വാങ്ങിച്ച സെയിം പ്ലേസിൽ കൊടുക്കാറ്. അപ്പോൾ നമ്മൾ എനിക്ക് ആക്ച്വലി ബില്ല് വന്നത് തേർഡ് സർവീസിൻ്റെ ബില്ല് വന്നത് 1300 റേഞ്ച് സംതിങ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് റേഞ്ച് നല്ല പ്രൈസ് കൂടുതലാണ്. തേർഡ് സർവീസ് ആകുമ്പോൾ ഫ്രീ സർവീസാണ്. പക്ഷേ അതിന് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ ഒരു ഹോണ്ടയുടെ തന്നെ ഒരു AMC പാക്കേജ് വന്നിട്ടുണ്ട്. അതായത് ആനുവൽ മെയിൻ്റനൻസ് നമുക്കിപ്പോൾ ഒരു കൊല്ലത്തേക്ക് നമ്മൾ ആനുവൽ മെയിൻ്റനൻസ് ആദ്യം എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റ് വന്നത്. പക്ഷേ എന്നാലും എനിക്ക് ചെറുതായിട്ട് കൂടുതലായി തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ അവരെ എന്താ പറയുക വണ്ടിയുടെ ക്ലീനിങ്ങും സംഭവങ്ങളൊക്കെ എനിക്ക് എന്തായാലും ആദ്യം കൊടുത്ത ഹോണ്ട സർവീസിനായിട്ടും എന്തായാലും ഫാർ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ സർവീസ് ടെക്നീഷ്യൻ്റെ പെരുമാറ്റമായാലും അവരുടെ സംസാരമായാലും എല്ലാം നല്ല അത്യാവശ്യം മച്ചാനായിട്ടും ഫാർ ബെറ്റർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും അത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബില്ല് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മുടെ ഗോപ്രോയിൽ ബില്ല് കറക്റ്റ് ക്ലിയർ ആകുമോ? ഇതോരത്തോടെ ഒന്ന് മറയുന്നുണ്ട്. കോപ്പി അല്ലാണ്ട് ബില്ല് കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ബില്ല് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ നോർമൽ നമ്മുടെ ചെയ്തേക്കുന്ന ചാർജാണ്. എന്താ വെച്ചാൽ ഞാൻ ഇതിൽ നമുക്ക് ഓയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. കണ്ടോ, ഓയിൽ ചേഞ്ച് നമുക്ക് 285 റുപ്പീസ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഓറിങ് നമ്മൾ ഇട്ടിട്ടുണ്ടാവില്ലേ, അതിൽ 6 രൂപ വന്നിട്ടുണ്ട്. പിന്നെ വാഷർ ഒരു ഡ്രെയിൻ ഇട്ടിട്ടുണ്ട് 6.6 ഉണ്ട്. പിന്നെ നമ്മളൊരു 100 രൂപ വാക്സ് കോട്ടിങ് നോർമൽ വാക്സ് കോട്ടിങ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കറക്റ്റ് ചോക്കുന്നുണ്ട് കേട്ടോ. മറ്റൊരൊന്നും ഒരു ചോക്കിയാറ് പോലും ഇല്ല. അതിനൊരു 100 രൂപ എടുത്തിട്ടുണ്ട്. പിന്നെ സാനിറ്റേഷൻ ചാർജ് ഇപ്പോൾ സാനിറ്റേഷൻ ചാർജ് എടുക്കുന്നുണ്ട്. അതൊരു 35 രൂപ എടുക്കുന്നില്ല. എന്നാലും കൺസ്യൂമബിൾസും 40 അങ്ങനെ ടോട്ടൽ വന്നിരിക്കുന്നത് 484 രൂപയാണ് നമുക്ക് നോർമൽ ബില്ല് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു AMC എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ AMCയുടെ ചാർജ് ബില്ലാണ് ഇത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ AMCയുടെ ഒരു കൊല്ലത്തേക്കുള്ള ബില്ലാണ് വന്നിരിക്കുന്നത് 890 രൂപയാണ്. നമുക്കിതിൽ സർവീസ് ചാർജും കാര്യങ്ങളൊന്നും വരില്ല. നിങ്ങൾക്ക് അറിയാം ആദ്യത്തെ 3 സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഉണ്ടാവില്ല. അതാണ് ഡിഫറൻസ് വരുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പാക്കേജുകളും അവർ ഓൾറെഡി ഈ പേപ്പറിൽ അവർ പറഞ്ഞിട്ടുണ്ടോ. ജോയ് ക്ലബ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഡയറക്റ്റ് ഹോണ്ടക്കാരെ തന്നെയാണ് ഇത് ഈ AMC വരുന്നത്. ഇതിൽ നമ്മൾ എടുത്തേക്കുന്നത് ബേസിക്സ് വണ്ടികൾക്ക് ബേസിക് AMC ആണ് കണ്ടത്. 2 പീരിയോഡിക് സർവീസിൽ വരുന്നതാണ്. ഇതിൽ നമുക്ക് എഞ്ചിൻ ഓയിലോ അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗോ ഓയിൽ ഫിൽറ്ററോ അല്ലെങ്കിൽ ഓറിങ്സ് ഇതൊന്നും പെടില്ല. ഒരു വാഷിംഗ് വരും, ഒരു വെൽ ചെക്കപ്പ് വിടും, അതുപോലെ തന്നെ ലേബർ ചാർജും കാര്യങ്ങളും പെടും. അപ്പോൾ അതാണ് ഡിഫറൻസ്. പിന്നെ അതിൻ്റെ വേറെയുള്ള അതിൻ്റെ പ്രീമിയം മോഡൽസുകളൊക്കെ ഉണ്ട്. പ്രീമിയംസിലാകുമ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ പെടും. അപ്പോൾ ഞാൻ ആക്ച്വലി അവർ റെക്കമെൻഡ് ചെയ്തതും ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ വലിയ എന്താ വെച്ചാൽ ഒരു 890 എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി സർവീസ് ചാർജ് വരുമ്പോൾ 2 വർഷം ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ആ റേഞ്ച് അല്ലെങ്കിൽ ചിലപ്പോൾ ചെറുതായിട്ട് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്ക് ഇനി 5th സർവീസ് വരെ നമുക്ക് ഫ്രീ സർവീസായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഈ ബില്ലിംഗ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ AMCയുടെ ഡീറ്റെയിൽസ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ വണ്ടി ഞാൻ നമുക്ക് കാണിച്ചു തരാം. അത് നല്ല കറക്റ്റായിട്ട് ക്ലിയർ ചെയ്തിട്ട് ഫുൾ സംഭവങ്ങളൊക്കെ നീറ്റായിട്ട്. ഇത് ആക്ച്വലി ഇവിടെയൊക്കെ നല്ല ഈ നമ്മുടെ ഈ പാഡ് ഉണ്ടല്ലോ, പാഡല്ല അതിനെന്താ പറയുക, കറക്റ്റ് വാക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ഇതൊക്കെ നല്ല അത്യാവശ്യം ഫംഗസ് പോലെ പിടിച്ചിരിക്കുകയാണ് വെച്ചാൽ മഴ കൊണ്ടിട്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് കൊടുത്ത ശ്രീവരി സർവീസ് തന്നെ അവർ ക്ലീനും പോലും ചെയ്യാറില്ല. ഒരു പക്ഷേ ക്ലീനും പോലും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടാവില്ല. എന്നിട്ട് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഇതൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവരെ മുമ്പത്തെ സംഭവിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ എന്ന് തന്നെ പറയാം. വേണമെങ്കിൽ 100% ബെറ്റർ എന്ന് തന്നെ പറയാം. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നോർമൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാക്സ് കോട്ടിങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിലോമീറ്റർ കാണിച്ചു തരാം. നമ്മളത്ര വണ്ടി ഓടണമെന്നില്ല. കിലോമീറ്റർ ഭയങ്കര കുറവാണ്. 1000 സംതിങ് ആയിട്ടുള്ള കിലോമീറ്റർ വന്നിട്ടുണ്ട്. 1051 കിലോമീറ്റർ ആയിട്ടുള്ള നമ്മൾ തേർഡ് സർവീസ് കഴിഞ്ഞപ്പോൾ, അതായത് ഒരു കൊല്ലം ആവാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാണുന്നത് നിങ്ങൾക്ക് കൂടെ പെട്രോളിൻ്റെ ഇതും കാണാം. പെട്രോൾ നമുക്ക് ഇതിൽ അറിയേണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇതിൽ റേഞ്ച് കാര്യങ്ങളൊക്കെ കാണിക്കും. ട്രിപ്പ് ഉണ്ട് നമുക്ക്. പിന്നെ റേഞ്ച് നമുക്കിപ്പോൾ 50 ആവറേജ് നമുക്ക് മൈലേജ് കാണിക്കുന്നത് 50.8 ഇപ്പോൾ മൈലേജ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. എനിക്ക് ഓൾമോസ്റ്റ് 50-51 ആ റേഞ്ച് തന്നെ കിട്ടാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഓട്ടം കുറവാണ്. പിന്നെ നമുക്കിപ്പോൾ റേഞ്ച് കാണിക്കുന്നത് 133 റേഞ്ച് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ നമുക്കൊരു 4 ഘട്ടം വന്നിട്ടുണ്ട്. ഇനി 2 ഘട്ടം കൂടി ഫുള്ളാവാണ്ട് ഫുള്ളാവാൻ. അപ്പോൾ അതിൽ നമുക്കൊരു 130, എനിക്ക് തോന്നുന്നു ഫുൾ ടാങ്ക് ആകുമ്പോൾ ഒരു 150ൻ്റെ മുകളിൽ
നമുക്ക് ഓടാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഭവം കിട്ടും. പിന്നെ നമുക്ക് കാണിക്കാനുള്ള ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഫുൾ അവർ നല്ല എന്താ പറയുക, വാഷിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. എന്ന് വെച്ചാൽ അടിഭാഗത്തൊക്കെ നല്ല എന്താ പറയുക മാറാൽ പിടിച്ചിട്ടും അങ്ങനെയൊക്കെ ആകെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നേ. പക്ഷെ അതൊക്കെ സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇവിടെ വരെയും ഈ എഞ്ചിൻ്റെ അടിയിലും അവർ എന്താ പറയുക പോളിഷ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ബഫിങ് മാത്രമാണ്, ജസ്റ്റ് ലിക്വിഡ് വെച്ചിട്ട്. അതുപോലെ പക്ഷേ എന്താ ചെയ്തിട്ടുണ്ട്, 100 രൂപ വാങ്ങിച്ചാണെങ്കിലും അതിൻ്റെ പണി അവർ ചെയ്തിട്ടുണ്ട്. കരികെ കാണാം, മറ്റവരുടെ സർവീസ് പോലെ അല്ല എന്തായാലും. എന്ന് വെച്ചാൽ ഉള്ളിൽ പോലും, അതായത് സീറ്റിൻ്റെ ഉള്ളിൽ പോലും അവർ അത്യാവശ്യം നല്ലോണം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ സീറ്റിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. സീറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് അവരുടെ അടുത്ത സർവീസിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ സീറ്റിൻ്റെ ഉള്ളിലായാലും അത്യാവശ്യം നല്ലോണം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബുക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും, ഇത് ബുക്ക് നമുക്ക് അവരുടെ ബുക്കാണ്. ഇതിൽ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടുത്ത സർവീസും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ബുക്കാണിത്. എന്താ പറയുക സർവീസ് ബുക്ക്. നിങ്ങൾ എപ്പോഴും എന്താ പറയുക സർവീസ് കൊടുക്കുമ്പോൾ കൊണ്ടുപോകണം കേട്ടോ. ഇത് ചെറുതായിട്ട് അതിൽ വെള്ളം ഉണ്ടായിരുന്നു, കൊണ്ട് ഇപ്പം നനഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ഒരു കാര്യം പറയാനാണ് വന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറേ പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ പറഞ്ഞാൽ നമ്മുടെ ഏജൻറ്റ് മാറ്റി കൊടുത്ത് നോക്കിയേക്കാൻ. പക്ഷെ നമ്മൾ അത് ഓൾറെഡി കംപ്ലയിൻറ്റ് ചെയ്തു. നമ്മൾ വാങ്ങിച്ച സ്ഥലത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ വേറെ ഒരു എന്താ പറയുക, എന്താ പറയുക ഇതിന് കറക്റ്റ് വേർഡ്, വാങ്ങിക്കുമ്പോൾ നമുക്ക് വേറെ പെരുമാറ്റം, അത് കഴിഞ്ഞ് സർവീസിന് വേറെ പെരുമാറ്റം എന്ന് പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കംപ്ലയിൻറ്റ് തന്നെ വന്നു ഹോണ്ട ഇന്ത്യയിൽ. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് വന്നൊരു റിസോർട്ട് അവർ അത് ഇൻസ്പെക്ഷൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളോടൊരു എന്താ പറയുക ഓൾട്ടർനേറ്റീവായിട്ട് പറഞ്ഞ് ഈ സ്ഥലത്ത് കൊടുത്തു നോക്കാനാണ് പറഞ്ഞത്. പിന്നെ ഇത് എനിക്ക് എളുപ്പമാണ്, എനിക്ക് കൊടുത്തിട്ട് വേണമെങ്കിൽ നടന്ന് പോരാൻ വീട്ടിലേക്ക്. അപ്പോൾ ഈ സർവീസ് എന്തായാലും ഫാർ ബെറ്റർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിനൊരു ഞാൻ ആക്ച്വലി ഇതിൻ്റെ തേർഡ് സർവീസിൻ്റെ ഒരു ഡീറ്റെയിൽ പറയാൻ ആക്ച്വലി വന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കാൻ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഒരു 2ാം ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക. നമ്മൾ എന്താ പറയുക ഹെൽത്ത് കെയറിൻ്റെ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ, അതുപോലെ തന്നെ എന്താ പറയുക നോർമൽ നമ്മുടെ കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷോർട്സ് അപ്പോൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും, കണ്ടൻറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നോക്കാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റ് ഇപ്പോൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.